ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നല്ല കൂന്തൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിയ കൂന്തലാണ്. അപ്പം ഇതുകൊണ്ട് കൂന്തൽ നിറച്ചതുണ്ട്. ഓക്കെ, ഇതാ കൂന്തൽ. ഇതൊന്ന് നന്നാക്കി വരാം. കുറച്ച് നാള് മുൻപേ കോഴിക്കോട് വൈറലായിക്കൊണ്ടിരുന്ന ഒരു കൂന്തൽ നിറച്ചതാണ്. അപ്പൊ ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം. മഞ്ഞൾ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് തേച്ച് മാറ്റി വെക്കാം. ഫില്ലിങ്ങിനായിട്ട് നമുക്ക് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് തേങ്ങ ചെരുകിയത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തതാണ്. അതുപോലെ മല്ലിയില കട്ട് ചെയ്ത് വെച്ചത്. ഇനി തവ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് വഴറ്റിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് പടി കിട്ടും. അപ്പോൾ ഇതൊന്ന് കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വരട്ടെ. ഒന്ന് നന്നായിട്ട് ഇതായിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയ്ക്കായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി. ഇത് കുറച്ച് ഞാൻ കൂന്തൽ ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. നമുക്കത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെന്തോട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അതിലിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കാം, മല്ലിയില ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ ഫില്ലിങ്ങിൻ്റെ ഇത് ചൂടാറിയിട്ടുണ്ട്. നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള കൂന്തലിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. മുകളിൽ ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈർക്കിളെടുത്തിട്ട് നമുക്കിതൊന്ന് കുത്തി കൊടുക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് ആവി കേൾപ്പിക്കാം. എടുക്കാം പാത്രത്തിലേക്ക്. ഗ്യാസിനിപ്പോൾ നല്ല വിലയാണ്. അപ്പം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. മൂടി വെക്കാം. അപ്പം നന്നായിട്ട് അതൊന്ന് വേവട്ടെ. കൂന്തൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ മസാല ഉണ്ടാക്കണം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് വറ്റൽമുളക് ഇടാം. ഇതിൽ പെരിഞ്ജീരകം, കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, കരുവേപ്പിൻ്റെ ഇല. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി. ഇത് കൂന്തൽ വേവിച്ചപ്പോഴുണ്ടായ വെള്ളമാണ്. അത് നമുക്ക് ഇതിലേക്ക് പറന്നെടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെക്കാം. മല്ലിയില ഇട്ടെടുക്കാം. നടക്കാം. വേവിച്ച് വെച്ച കൂന്തലിലേക്ക് ഇട്ടെടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം.
നല്ല നിറച്ച റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാനൊന്നെടുത്ത് കഴിക്കട്ടെ. സൂപ്പർ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.